നമ്മളിപ്പോ ദാൽ ലേക്കിന്റെ അടുത്ത് കൂടെ നടന്നു പോവാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര കച്ചറയാണ്, മനുഷ്യ വിസർജ്ജനം ഉണ്ട്, അതുപോലെ തന്നെ നായ്ക്കളും. അങ്ങനെ റോഡ് സൈഡ് നിറച്ചും ഭയങ്കര വൃത്തികേടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ. ദാൽ ലേക്കിൻ്റെ ഒരു സൈഡ് ഇപ്പം ഞാൻ കാണിച്ചില്ല. ദാൽ ലേക്കൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടാ. അതൊക്കെ പ്രാവിൻ്റെ കഷ്ടമാണ്. പക്ഷേ മനുഷ്യ വിസർജ്ജനം നിറച്ചുണ്ട് ഇവിടെ. വളരെ മോശം ഒരു സിറ്റുവേഷനാണ്. ഞങ്ങളിപ്പോൾ അരീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നടന്നിട്ടാണ് പോണത്. ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നോക്കാൻ. ശ്രീനഗർ ദാൽ ലേക്കിൻ്റെ ഗ്രാമക്കാഴ്ചകളാണ്. ഇത് ടൗൺ തന്നെയാണത്. ഇവിടുത്തെ ലൈഫാണ്, വീടുകളും ദാൽ ലേക്കിൻ്റെ 2 സൈഡിലും താമസിക്കുന്ന ആളുകളും അവരുടെ ലൈഫുമാണ്. അതാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാശ്മീരി അമ്മാമ്മമാർ നടക്കുന്നു, വർത്തമാനം പറയുന്നു, കുശലം പറയുന്നു. കാശ്മീരിലെ ഈ ശ്രീനഗറിൽ ഒരുപാട് നായ്ക്കളുണ്ട് കേട്ടോ. അതും നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുറച്ച് വലുപ്പുണ്ട് നായ്ക്കൾ. ഇപ്പോൾ ഏകദേശം 10, 10:30, 10:45 ഉണ്ടാവും. ഞങ്ങൾ കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ട്. വീടുകളൊക്കെ ഒരു പ്രത്യേക ശൈലിയിൽ അടുത്തടുത്തുള്ള വീടുകളാണ്. എവിടെ നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്, അടിപൊളിയാണ്. ദാൽ ലേക്കിൽ അരയണം പോലത്തെ ഒരു പക്ഷി നീരാടുന്നുണ്ട്. അരയണം എന്നല്ല, എന്തോ ഒരു പക്ഷി. ദാൽ ലേക്കിൻ്റെ വേറൊരു ഭാഗം അത്ര. അത് മൈസൂമ എന്നുള്ളൊരു സ്ഥലമാണത്. ഒരു ചെറിയ ടൗൺ തന്നെ, നല്ല രസമായിട്ട്. സൂമ എന്നൊരു സ്ഥലമാണ്. കുറേ ആളുകളും അതുപോലെ തന്നെ ഒരു ടൗണും സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഈ അരീസ കഴിക്കാനായിട്ട് ദിൽഷാദ് റെസ്റ്റോറൻറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അരീസ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നോക്കട്ടെ, കാശ്മീരി ട്രഡീഷണൽ ഹരീസ. वीडियो बनेगा तो प्रॉब्लम नहीं है ना? पहले खाओ, बाद में जब प्लेट देंगे पहले पेट पूजा. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ കാശ്മീരിലെ ട്രഡീഷണൽ ഫുഡായ എന്താ ഹരീസടാ, മട്ടൻ ഹരീസ കഴിക്കാൻ പോകണം. ഈ മട്ടൻ ഹരീസ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി കാശ്മീരിയിലെ മട്ടൻ ഹരീസ ഒന്ന് ടേസ്റ്റ് നോക്കാം. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഈ നടക്കലിൽ നമുക്ക് ഒരുപാട് ശ്രീനഗറിലെ കാഴ്ചകൾ കാണാൻ പറ്റി. ഒരുപാട് ബാഡ് കാഴ്ചകളും ഉണ്ട്. കാരണം സൈഡിലൊക്കെ ഭയങ്കര വൃത്തികളൊക്കെ ഉണ്ട്. മനുഷ്യ വിസർജനം ഉണ്ട്, നായ വിസർജനം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ ഹരീസ കഴിക്കട്ടെ. ഓക്കെ. ഈ സ്പെഷ്യൽ കശ്മീരി ഐറ്റംസ് 18 മണിക്കൂർ ഈ ഇതിനുണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. മട്ടൻ ഹരീസ, കാശ്മീരി ട്രഡീഷണൽ ഹരീസ. അപ്പോൾ ഇത് ഈ തന്നൂർ റൊട്ടിയൊന്നും ഉള്ളത് അല്ല, ഇതൊരു സ്പെഷ്യൽ റൊട്ടിയാണ്. ഇതും കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചോട്ടെ. അടിപൊളിയായിട്ടാ, നല്ല രസമുണ്ട്, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇതിങ്ങനെ ഈ റൊട്ടി കൂടി കഴിക്കുന്നത് ഇങ്ങനെ പിടിക്കുക അങ്ങനല്ല